നമസ്കാരം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വിദഗ്ധമായുള്ള ചികിത്സ ലഭിക്കുന്നത് വഴി രോഗശമനം വന്നു ചേരുവാനും ജൂൺ മാസത്തോടുകൂടി മുമ്പുണ്ടായിരുന്ന ജോലികളെല്ലാം തന്നെ അതേപോലെ അതിനേക്കാൾ ഉത്സാഹത്തോടുകൂടി ഏറ്റെടുത്ത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ തന്നെ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനിടയുണ്ട്. ഫെബ്രുവരി മാസത്തിൽ പരീക്ഷകളെല്ലാം കഴിഞ്ഞ പലർക്കും വിദേശത്ത് താമസിച്ച് പഠിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷമേ നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജീവിത ചെലവ് നിരന്തരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അവസരം ലഭിക്കുവാനും ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. ജൂൺ മാസം മുതൽ 6 മാസവും വിളവെടുപ്പിന് അനുകൂലമാകും വിധത്തിലുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. മക്കളോടൊപ്പം വികസിത രാഷ്ട്രത്തിലോ വിദേശത്തോ ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ പലർക്കും വിദേശത്തേക്ക് എത്തിച്ചേരുവാനോ അതല്ല വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും മാതാപിതാക്കളോടൊപ്പം ഓണം മംഗളകരമാക്കി തീർക്കുവാനായിട്ട് ജന്മനാട്ടിലെത്തിച്ചേരുവാനോ യോഗമുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് അഥവാ കഴിഞ്ഞ വർഷം വാങ്ങിയതായിട്ടുള്ള ഗൃഹനിർമ്മാണം പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിയതിൻ്റെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ജൂൺ മാസം മുതൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾക്ക് പൊതുജന സ്വീകാര്യത വന്നു ചേരുന്നത് വഴി കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയം കൈവരിക്കുവാനും വളരെ നേതൃത്വസ്ഥാനം വളരെ മംഗളകരമാക്കിയിട്ട് അനുവർത്തിക്കാനും സാധ്യത പോലും കാണുന്നതുമുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനിടവരും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുന്നതോ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. വൈവിധ്യങ്ങളായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലകളെ പഠിച്ചും കൊണ്ടും ഗഹനമായിട്ട് ചിന്തിച്ചും കൊണ്ടും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങളായതുകൊണ്ട് വളരെ കൃത്യമായുള്ള രീതിയിൽ തന്നെ പദ്ധതികൾ സമർപ്പിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. വിശ്വാസയോഗ്യമല്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനിടവരും. ഉദര നാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമം ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ട് വന്നു ചേരുന്ന ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉന്നതരെ പരിചയപ്പെടുവാനും ഭാവിയിലേക്ക് അത് വളരെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളൊക്കെ അനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഊഹക്കച്ചവടത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടയുണ്ട്. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാനിടവരും. ജൂൺ മാസം മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം
വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാൻ സാധ്യത കാണുന്നു. വ്യവസ്ഥകളെ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. പലപ്പോഴും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ചില കാര്യങ്ങളിലെല്ലാം തീരുമാനം കൈക്കൊള്ളുന്നതിന് ഉപകരിക്കുവാൻ ഇടയുണ്ട്. യുക്തിപൂർവം ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. വിൽപ്പനോദ്ദേശത്തോടുകൂടി സമീപത്തുള്ള ഭൂമി തന്നെ വാങ്ങിക്കുവാനും ഡിസംബർ മാസമാകുമ്പോഴേക്കും അത് വിൽപ്പന ചെയ്യുവാനും പോലും സാധ്യത കാണുന്നതുമുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാനിടവരും. ഊഹാപോഹങ്ങൾ പലതും കേൾക്കുവാനിടവരുമെങ്കിൽ പോലും പലപ്പോഴും സത്യാവസ്ഥകൾ പലതുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് നിരീക്ഷിച്ചും പരീക്ഷിച്ചും വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനിടവരും. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നതുമാണ്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. വാതനാഡി രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് ആധുനിക ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ ആയുർവേദ പ്രകൃതി ചികിത്സാ രീതികൾ പോലും അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും ചെയ്തു വരുന്ന കാര്യങ്ങളും അനുവർത്തിച്ചു വരുന്ന കർമ്മമണ്ഡലങ്ങളും വ്യക്തിപരമായിട്ടും സമൂഹത്തിനും നേട്ടമുണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനും ഈ 2026 ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.